ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അത്യാവശ്യം വിശപ്പും ദാഹമൊക്കെ മാറാവുന്ന രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഏതുതരം ചെറുപഴം വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ റോബസ്റ്റ് ആണെങ്കിൽ അതായാലും മതി. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 6 പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു 1/2 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി ഈ പഴം നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഒരു മാഷർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്ക് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാവണം, അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മളതിലേക്ക് ഹോർലിക്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5 രൂപയുടെ 2 പാക്കറ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ പഞ്ചസാരയും ഹോർലിക്സും പഴത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. അതായത് നമ്മൾ 1/2 ലിറ്റർ പാൽ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയാക്കി എടുത്തതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മളത് ഏകദേശം ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ നല്ല കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ആ കട്ടകൾ മിക്സായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പാലിലെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ ഏകദേശം ഒരു 1/3 കപ്പ്, അതായത് ഒരു 6 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ്. കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല, അത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ 1/2 കപ്പ് അളവിൽ അവിലും ചേർത്തിട്ടുണ്ട്. അവിലും അത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതായത് എണ്ണയോ നെയ്യൊന്നും ചേർക്കാതെ നല്ല ക്രിസ്പി ആവണ വരെ വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ അവിലും പീനട്ടും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കുതിർന്ന് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. കഴിക്കുന്ന സമയത്ത് നമുക്ക് അവിലും പീനട്ടൊക്കെ നന്നായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് അവിലും അതുപോലെ കുറച്ച് പീനട്ടും വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ബൂസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം പിന്നെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഐസ്ക്രീമൊന്നും ചേർത്തിട്ടില്ല. ഐസ്ക്രീമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമൊന്നും ഇല്ലെങ്കിലും അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പെട്ടെന്ന് തന്നെ കഴിക്കുക. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന റെസിപ്പി തന്നെയാവും. എന്നാലും ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്